ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ളക്കാരൻ പോലീസിന്റെ പിടിയിലാകുമ്പോൾ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി സ്വദേശിയായ റിജോ ആന്റണിയാണ് പോലീസിന്റെ വലയിലായത്. ഇയാളിൽ നിന്ന് പോലീസ് 10 ലക്ഷം രൂപ കണ്ടെടുത്തിട്ടുണ്ട്. ബാങ്കിലെ ബാധ്യതയുള്ള കടം വീട്ടാനാണ് മോഷ്ടിച്ചതെന്നാണ് പ്രതിയുടെ ആദ്യ മൊഴി. അതേസമയം പോലീസ് ഇയാളെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. കവർച്ച നടത്തിയത് ഭാര്യ വരുന്നതുകൊണ്ടാണെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഭാര്യ ഗൾഫിലാണ്. ഭാര്യ അയച്ചു നൽകുന്ന പണം യുവാവ് ഇവിടെ ആഡംബര ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ഇത് കളഞ്ഞു കുളിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഭാര്യ നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ മോഷണം നടത്തിയത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ചാലക്കുടിക്കടുത്ത് പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു സംഭവം നടന്നത്. കറുത്ത ഹെൽമറ്റും ജാക്കറ്റും കയ്യുറകളും ധരിച്ചായിരുന്നു മോഷണം. ഹിന്ദി സംസാരിക്കുന്ന ആളായതിനാൽ റെയിൽവേ സ്റ്റേഷനും മറ്റും കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു. മുറി പൂട്ടിയ ശേഷം ക്യാഷ് കൗണ്ടർ തോൾ കൊണ്ട് ഇടിച്ചു തുറക്കാൻ ശ്രമിക്കുന്ന പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നീട് കൈകൊണ്ട് ചില്ലുകൾ തകർത്താണ് പണം അപഹരിച്ചത്. പോട്ട ചെറുപുഷ്പം പള്ളിയുടെ നേരെ എതിർവശത്ത് പഴയ ദേശീയപാതയിലാണ് ബാങ്ക്. പുതിയ ദേശീയപാതയിൽ നിന്ന് 150 മീറ്റർ ദൂരെ. നട്ടുച്ചയായതിനാൽ ഏറെക്കുറെ വിജനമായിരുന്നു പാത. 2 മുതൽ 2:30 വരെയാണ് ബാങ്കിന്റെ ഉച്ചഭക്ഷണ ഇടവേള. കൃത്യം 2:12-നാണ് മോഷ്ടാവ് ബാങ്കിനുള്ളിൽ പ്രവേശിച്ചത്. ബാങ്കിന് മുന്നിൽ നിർത്തിയിട്ട കാറിനു പിന്നിലായി സ്കൂട്ടർ നിർത്തിയാണ് ഇയാൾ ഉള്ളിലേക്ക് കയറിയത്. 7 ജീവനക്കാരുള്ള ബാങ്കിൽ സുരക്ഷാ ജീവനക്കാരില്ലായിരുന്നു. ഒരാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരുന്നു. മറ്റ് 4 പേർ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. മാനേജരും മറ്റൊരു ജീവനക്കാരനുമാണ് പ്രധാന ഹാളിലുണ്ടായിരുന്നത്. ഇരുവരെയും കത്തി കാണിച്ച ഭീഷണിപ്പെടുത്തി ഡൈനിങ് മുറിയിലാക്കി. ഈ മുറി പുറമേ നിന്ന് കുറ്റിയിട്ട ശേഷം ക്യാഷ് കൗണ്ടറിന്റെ ചില്ല് തകർത്താണ് പണം കൈക്കലാക്കിയത്. 47 ലക്ഷം രൂപയാണ് കൗണ്ടറിൽ അടുക്കുകളാക്കി വെച്ചിരുന്നത്. ഇതിൽ നിന്ന് നടുക്കായി ക്രമീകരിച്ച 5 ലക്ഷം വീതമുള്ള 3 കെട്ടുകൾ കൈക്കലാക്കി പുറത്തേക്ക് പോയി. പോട്ട സിഗ്നലിന്റെ ഭാഗത്തേക്കാണ് ഇയാൾ ആദ്യം പോയത്. പിന്നീട് ദേശീയപാതയിലേക്ക് കയറിയതിന്റെ ദൃശ്യങ്ങളെല്ലാം ലഭിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയ ജീവനക്കാരനെ ഫോണിൽ വിളിച്ചു വരുത്തിയാണ് പിന്നീട് ഡൈനിങ് മുറി തുറപ്പിച്ചത്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രതിക്ക് വേണ്ടി ഊർജിതമായ രീതിയിലായിരുന്നു അന്വേഷണം നടത്തിയത്. എല്ലാ ടോൾ പ്ലാസകളിലും അയൽ ജില്ലകളിലും പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ക്യാഷ് കൗണ്ടറിന്റെ താക്കോൽ ഹിന്ദിയിലാണ് ഇയാൾ ജീവനക്കാരോട് ആവശ്യപ്പെട്ടത്. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്തതാണ്. ഇയാൾ വന്ന സ്കൂട്ടർ ഇയാളുടെ തന്നെയാണ്. സ്കൂട്ടർ സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ആദ്യമേ തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത്. ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നത്. പ്രധാന പാതയിൽ നിന്ന് ഈ റോഡ് വഴി ഇയാൾ രക്ഷപ്പെട്ടുവെന്നായിരുന്നു ആദ്യം സംശയിച്ചത്. പ്രതിയുടെ വാഹനം പോലും നേരത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പ്രതി സംസ്ഥാനം തന്നെ വിട്ടുപോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞിരുന്നില്ല. അതിനാൽ കേസ് സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചിരുന്നു. അങ്കമാലിയിലെത്തിയ പ്രതി ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടിട്ടുണ്ടായ എന്ത് ചെയ്യും എന്ന ഒരു ആശങ്കയിലായിരുന്നു പോലീസ് സംഘം. അതിനുശേഷമാണ് എല്ലായിടത്തും പരിശോധന നടത്തിയത്. പ്രതിക്ക് സഹായം ലഭിച്ചിട്ടുണ്ടോ, സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നു. അതിനിടയിലായിരുന്നു ഇപ്പോൾ ഇയാളെ പിടികൂടിയത്. എന്തായാലും ഭാര്യ അയച്ചു തന്ന പണമെല്ലാം ദൂർത്തടിച്ചതുകൊണ്ട് ഭാര്യ വരുന്നേരം നോക്കി ഇയാൾ കവർച്ച നടത്തുകയായിരുന്നു.